ആ ഫോണൊന്ന് എടുത്തേ. ഹലോ, അതെ, ആ കൊടുക്ക. സ്റ്റേഷനിൽ നിന്നാ. ഹലോ സാർ, സലീം ഭായ്. ബായി എന്താ ബായി എന്താ? ഹേ, ഒന്ന് വേഗം പറയടോ. ഭായ് മരിച്ചു സാർ. എന്താ? ബായി മരിച്ചു. സലീം ഭായ് മരിച്ചേ, സലീം ഭായ് മരിച്ചേ. നമ്മൾ സലീം ഈ തെരുവിലെ പാവപ്പെട്ടവന്റെ അന്നമാണ് നീ ഈ മണ്ണിലിട്ട് ചവിട്ടിക്കുഴച്ചത്. ആ വലിയ മനുഷ്യനെ സ്വന്തം കാൽ കീഴിലിട്ട് ഒരു പുഴുവിനെ പോലെ ചവിട്ടി മരിച്ചപ്പോ നീ അറിഞ്ഞിരിക്കില്ല മരണം നിന്നെയും കാത്തു നിൽക്കുന്ന വിവരം. ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലരുത്. അരുത്, അരുത്. ദൈവത്തിന് നിരക്കാത്തത് ചെയ്ത നീ ദൈവത്തിന്റെ പേരിൽ മാപ്പപേക്ഷിക്കുന്നോ? നീ മരിക്കണം. നിന്റെ മരണം കൊണ്ട് എന്റെ സലീം ഭായിയുടെ ആത്മാവിന് ശാന്തി കിട്ടും. അയാളൊന്നും ചെയ്യരുത്. എനിക്കറിയാം നീ ഇവിടെ ഉണ്ടാവുമെന്ന്. എനിക്കറിയാം നിന്റെ മനസ്സെന്താ ആഗ്രഹിക്കുന്നത്. ആയിരക്കണക്കിന് അനാഥർക്ക് സ്വയം നാഥനായി തീർന്ന ആ നല്ല മനസ്സിന്റെ പുറത്താണ് ഇവൻ അധികാരത്തിന്റെ ബൂട്ട്സെറ്റ് ചവിട്ടി മെതിച്ചത്. ഇവൻ മരിച്ചേ മതിയാകൂ. നീ ചെയ്യുന്ന നന്മകൾ മാത്രം കണ്ട് ആത്മശാന്തി അടയാൻ ആ വലിയ മനുഷ്യനെ നീ അനുവദിക്കണം. ഇയാളെ വിട്ടേക്ക്. അച്ഛൻ പറയുന്നത് കേക്ക്. കൊല്ലേണ്ടതാണ്. ഇവൻ മരിക്കേണ്ടവരാണെന്ന് എനിക്കും അറിയാം. പക്ഷേ സ്വന്തം അച്ഛന്റെ ജീവന് വേണ്ടി നിലവിളിക്കുന്ന ഈ കൊച്ചു കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അരുത്. താലി നഷ്ടപ്പെട്ടേക്കാവുന്ന ഈ ഭാര്യയുടെ മുന്നിൽ വെച്ച് അരുത് മോനെ. ഇങ്ങനെ ഒരു കൊലപാതകം മൂലം സ്വന്തം മകൻ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഈ അച്ഛന്റെ മുന്നിൽ വെച്ച് അരുത് മോനെ. എന്നും നന്മകൾ മാത്രം കാണിച്ചും പറഞ്ഞും തന്ന് എന്നെ ഈ നിലയിലാക്കിയ ആ വലിയ മനുഷ്യനോടുള്ള കടപ്പാട് ഞാൻ എങ്ങനെ അച്ഛാ തീർക്കേണ്ടത്? നിന്നാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ നായകനായി നിന്ന് സുഹ്റയും രാധയും നിന്റെ അമ്മയും ഞാനും ഉൾപ്പെടുന്ന ഈ തെരുവിന്റെ രക്ഷകനായി നിന്ന് നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ നാഥനായി നിന്ന് പ്രതികാരത്തിന്റെ അലകൾ ആഞ്ഞടിക്കുന്ന നിന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്കറിയില്ല മോനെ. എന്നും നിന്റെ കൂടെ ഞങ്ങൾ നിന്നിട്ടുള്ളൂ. എന്നും നീ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. എന്റെ മോൻ ചോര കൊണ്ട് കളിക്കരുത്. ഇവൻ നിമിത്തം എരിയുന്ന ഈ തെരുവിന്റെ കനൽ ഇവനെ തന്നെ ദഹിപ്പിക്കുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോളാൻ പറയൂ. ഇവിടെ ഇപ്പൊ സുരക്ഷിതമല്ല. പുറത്തെന്റെ വണ്ടിയും ഡ്രൈവറും ഉണ്ട്. രവിശങ്കർ മനസ്സറിഞ്ഞൊരുത്തിനെ രക്ഷിച്ചാൽ അവൻ രക്ഷപ്പെട്ടിരിക്കണം. നിങ്ങൾ ആരാണാവോ? ട്രാഫിക് പോലീസാ? അതെ, ഞങ്ങൾ ജനകീയ ട്രാഫിക് പോലീസാ. ഇപ്പൊ ഞങ്ങൾ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി. വണ്ടി തിരിച്ചെടുക്ക. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്ത ശീലമില്ല ഏട്ടാ. പിന്നെ കേട്ടോ, എന്തിനാ വെറുതെ ഒരു ഈഗോ? വണ്ടി തിരിച്ചു വിട്ടേക്ക്. അത് പറ്റില്ലല്ലോ ചേട്ടാ. എനിക്ക് ഈ വഴി പോയോ. ഇവനോടൊന്നും മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞ വണ്ടി എടുത്തോണ്ട് പോവാൻ? എന്താടാ ജനകീയ പോലീസ് ഗുണ്ടായസം കാണിക്കണോ? പോടാ.
കിടന്നധികം വിളയല്ലേ? ഒരു തെരുവ് മുഴുവൻ കത്തിരിയുമ്പോഴാ തന്റെ ഒരു അഭ്യാസ പ്രകടനം. അഴിമതിക്കാരൻ അമരത്തിരുന്ന തെരുവല്ല ഒരു രാജ്യം തന്നെ ചിലപ്പോ കത്തി ചാമ്പലാവും. അധികം മസിൽ പിടിക്കണ്ട. ഒരു സബോർഡിനേറ്റിന് ഇടികൊടുത്തു എന്ന ചീത്തപ്പേര് എനിക്ക് വേണ്ടാന്ന് കരുതിയാ വായും പൊളിച്ചത് കഥ കൊണ്ടുപോയി ലോക്കപ്പിലിടണോ? അമ്മേ, എന്ത് പറ്റി? സുഖമില്ലേ? ചെറിയൊരു തലകറക്കം. ആരാ ഇത് ഇത്ര വലിയ കാര്യാക്കിയത്? ഞാൻ തന്നെയാ. ബഹുജന മുന്നണിയുടെ മുന്നേറ്റത്തിന്റെ ഇടയിൽ നിന്ന് ഇവനെ ഒന്ന് തനിച്ച് കിട്ടുമെന്ന് അറിയണമല്ലോ. മനസ്സിലായി, ഉദ്ദേശം ശരിക്കും മനസ്സിലായി. രവി എന്നോടൊപ്പം സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്താ കാര്യം? തെളിയിക്കപ്പെടാത്ത കൊലപാതകങ്ങൾ, നിയമലംഘനം, സ്വന്തം കാര്യത്തിനായി ജനങ്ങളെ പ്രകോപിപ്പിക്കൽ, തെളിവ് നശിപ്പിക്കൽ, പ്രതികളെ നിങ്ങൾ ഈ പറയുന്ന രക്ഷപ്പെടുത്തുന്നതിന് ചാർജുകളൊന്നും എന്റെ അറിവിലുള്ള കാര്യങ്ങളല്ല. വേണ്ട വേണ്ട, ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. അതെല്ലാം സ്റ്റേഷനിൽ ചെന്നിട്ട്. കാരണം എന്റെ വീടായതുകൊണ്ട്. നിങ്ങളുടെ വീടോ? അതേടാ, ആഡിയോ ഹരിയുടെ വീട്ടിൽ കയറി അനാവശ്യം പറഞ്ഞു എന്നൊരൊറ്റ കാരണം മതി 6 മാസം നീ അഴിയണ്ണാൻ. നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. മിസ്റ്റർ വിഷ്ണു, അറസ്റ്റ് ചെയ്യണം. ക്രിമിനൽ മൈൻഡുള്ള ഒരു പ്രതി ഏത് നിമിഷവും എന്ത് അവിവേകം വേണമെങ്കിലും കാണിക്കാം. ഹരി, നീ എന്തൊക്കെയായി പറയണത്? നിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയ്ക്കും ഇത് കാര്യമില്ല. ഇത് ലോ ആൻഡ് ഓർഡർ പ്രശ്നമാണ്. ആഡിയോയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസറും തമ്മിലുള്ള ചർച്ചയാണ്. മിസ്റ്റർ വിഷ്ണു, നമ്മൾ പരസ്പരം കുഞ്ഞുനാൾ മുതൽ അറിഞ്ഞവരാണ്. ബിരുദം നേടിയില്ലെങ്കിലും നിയമത്തിന്റെ വശങ്ങളും അതിന്റെ സാധ്യതകളും ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഇന്ത്യയിൽ നിയമം ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കും, പ്രബുദ്ധരായ ജനങ്ങൾ അവരുടെ വഴിക്കും. കഷ്ടപ്പാടിന്റെയും ദുരിതത്തിന്റെയും വഴി ഈ തെരുവിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ വരും വരായികകൾ അറിയാനുള്ള ബുദ്ധിയും അത് നേരിടാനുള്ള കരുത്തും ഞാൻ നേടിയിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയും നീതിന്യായ വ്യവസ്ഥിതികൾ പാലിക്കുകയും ചെയ്യേണ്ട പോലീസ് അറിഞ്ഞുകൊണ്ട് അഴിമതിയുടെ ചെളിക്കുണ്ടിലേക്ക് സ്വയം എടുത്ത് ചാടുമ്പോൾ, അതിന് ഭരണാധിപ വർഗം കൂട്ടുനിൽക്കുമ്പോൾ, സ്വന്തം സമ്മതിദായത്തിലൂടെ അവർക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണം എറിഞ്ഞുകൊടുത്ത ജനങ്ങൾ സ്വയം ലജ്ജിക്കുകയും ഒരു പ്രാവശ്യം ഒന്ന് മാറ്റി ചിന്തിക്കുകയും ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ടോ? മിസ്റ്റർ ഓഫീസർ, ബഹുമാനപ്പെട്ട ഹാർഡിയോയുടെ ആഗ്രഹപ്രകാരം നിങ്ങൾക്ക് എന്നെ വിലങ്ങ് വയ്ക്കാം. ജനങ്ങളെ അനുസരിപ്പിച്ച് മാത്രം ശീലമുള്ള നിങ്ങൾ ജനങ്ങളെ അനുസരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവരുത്. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിലങ്ങ് വെച്ചോളൂ. പോലീസല്ല പട്ടാളം വന്നാലും ഞങ്ങളുടെ രമേശിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്ന ആൾക്ക് വേണ്ടി ഞങ്ങളും മരിക്കും. ഞങ്ങളുടെ നേതാവിനെ തൊട്ട് കളിച്ചാലേ കൊത്തി എരിഞ്ഞ് കൊച്ചി കായലിൽ കളയും പോലീസേ. നേതാവിന്റെ വീട്ടിൽ വന്ന് ഷോ കാണിച്ചാലേ
തോളത്ത് മാത്രമല്ല കണ്ണില് നക്ഷത്രം കയറും. മേലാളന്മാരുടെ ഉത്തരവ് ശിരസാ വഹിക്കാൻ വിധിക്കപ്പെട്ട നിന്നെ പോലുള്ള കീഴ് ഉദ്യോഗസ്ഥന്മാർക്ക് തലച്ചോറിന്റെ ആവശ്യമില്ല. ഒബേ ദ ഓർഡർ. ഒബേ.